മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നാം കാണുന്നത്, ഇരുളിന്റെ മറവ് പറ്റി ഈശോയുടെ അരികിലേക്ക് കടന്നു വരുന്ന നിക്കോദേമോസിനോട് ഈശോ പറയുകയാണ്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അന്ധകാരത്തിൽ നിന്നും പ്രകാശമായ ഈശോയുടെ അരികിലേക്ക് നിക്കോദേമോസ് എത്തുന്നതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതായത് അവന്റെ ഇരുണ്ട ജീവിതത്തിൽ നിന്നും വെളിച്ചത്തിന്റെ ജീവിതത്തിലേക്കുള്ള വരവ്. കഴിഞ്ഞകാല ജീവിതത്തിന്റെ തിന്മയുടെ പ്രവർത്തനങ്ങളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ അരികിലേക്ക് സത്യത്തിന്റെ, സ്നേഹത്തിന്റെ, നീതിയുടെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവ്. ഇതാണ് വീണ്ടും ജനനം. നിക്കോദേമോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച വീണ്ടും ജനനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഇരുളിന്റെ മറവിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. തിന്മയിൽ വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വീണ്ടും ജനനം സംഭവിക്കണമെങ്കിൽ ഇരുളിന്റെ മറവ് വിട്ട് പ്രകാശമായ ഈശോയുടെ അരികിലേക്ക് സത്യവും നീതിയും നന്മയും വിശുദ്ധിയും പ്രാർത്ഥനയും മുറുകെ പിടിച്ചുകൊണ്ട് കടന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ മാത്രമേ ദൈവരാജ്യം സ്വന്തമാക്കുവാൻ, ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും ജനനം എന്ന് പറയുന്ന ഓരോ നിമിഷവും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ നിമിഷവും വിശുദ്ധിയില്, നന്മയില്, പ്രാർത്ഥനയില് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വീണ്ടും ജനനം ഓരോ നിമിഷവും സംഭവിക്കേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും നമ്മുടെ നൊമ്പരങ്ങളെയും കഷ്ടപ്പാടുകളെയും എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. നാരകീയ ശക്തികൾ നിർവീര്യമാകട്ടെ. അന്ധകാരത്തിന്റെ പ്രവർത്തികൾ വിട്ടുമാറട്ടെ. ഇരുളിന്റെ മറ ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. പ്രകാശം ഇവരിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയും പ്രാർത്ഥനയും നന്മയും കൃപകളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അന്ധകാര ശക്തികളും പൈശാചിക ശക്തികളും തിന്മയിലേക്ക് ഇവരെ നയിക്കുന്ന പാവപ്രലോഭനങ്ങളും ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ ഭവനങ്ങളിലുമുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുപോകട്ടെ എന്നും നിർവീര്യമായിട്ടിരട്ടെ എന്നും ദിവ്യകാരുണ്യത്താൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.